പഴയ കാലത്ത് ഓഹരി വിപണിയിൽ തമാശ പോലെ പറഞ്ഞിരുന്ന കുരങ്ങൻ ബിസിനസ്സിനെ ഓർത്തുകൊണ്ട് ഈ ഒരു മനോഹരമായ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ഒരു നാട്ടിലെ മുഴുവൻ ഈ കഥ നിങ്ങൾക്കറിയുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ വളരെ ഷോർട്ടായിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഒരു വ്യാപാരി ഒരു ഗ്രാമത്തിലെത്തുന്നു. അവിടെയുള്ള നാട്ടുകാരോട് പറയുന്നു, എനിക്ക് കുരങ്ങുകളെ വേണം, ഞാൻ നല്ല വില നൽകാം. നാട്ടുകാരുടെ അടുത്തുള്ള കാട്ടിലോട്ടോടി അവിടെയുള്ള കുരങ്ങന്മാരെ മുഴുവൻ പിടിച്ചു കൊടുത്തു. ചെറിയ കാശിന് മുതലാളി അത് വാങ്ങുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കൂടുതൽ വേണം. അപ്പോൾ ആ കാട്ടിൽ എവിടെയും കുരങ്ങന്മാരില്ലാതെ ഏത് ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് ജനങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു. എവിടെയും കിട്ടാതെ വന്നപ്പോൾ ഒരു ദിവസം വ്യാപാരി നാട്ടുകാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവാണ്, ഞാൻ പോയി തിരിച്ച് വരുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് കുരങ്ങുകളെ എനിക്കായിട്ട് ശേഖരിക്കണം. ഇപ്പോൾ തന്നതിൻ്റെ 10 ഇരട്ടി വില ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലോട്ട് പോയി. കുരങ്ങുകളെല്ലാം തന്നെ അദ്ദേഹം ഒരു വെയർ ഹൗസിൽ അവിടെ സൂക്ഷിച്ചത് അതിനൊരു സൂക്ഷിപ്പുകാരനെയും വെച്ചിട്ടുണ്ടായിരുന്നു. മുതലാളി നാട്ടിലോട്ട് പോയപ്പോൾ ഈ സൂക്ഷിപ്പുകാരൻ നാട്ടുകാരോട് പറഞ്ഞു, മുതലാളി 10 ഇരട്ടി വില തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ നിങ്ങൾ വിറ്റതിൻ്റെ 5 ഇരട്ടി വിലയ്ക്ക് ഞാൻ ഇവിടുന്ന് കുരങ്ങുകളെ നിങ്ങൾക്ക് തരാം. അതിനുശേഷം മുതലാളി തിരിച്ചു വന്നിട്ട് നിങ്ങൾ 10 ഇരട്ടിക്ക് വിലയ്ക്ക് വിറ്റോളൂ എന്ന് പറഞ്ഞു. അപ്പം നാട്ടുകാരെല്ലാം അതൊരു അക്സെപ്റ്റബിൾ ടേംസ് ആയിട്ട് തോന്നി. അവരെല്ലാം തന്നെ ആ വെയർ ഹൗസിലുണ്ടായിരുന്ന മുഴുവൻ കുരങ്ങുകളെയും ആദ്യം വിറ്റതിൻ്റെ 5 ഇരട്ടി വിലയിൽ അത് തിരിച്ചു വാങ്ങിച്ചു. കാരണം അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ 10 ഇരട്ടി വിലയിൽ മുതലാളി തിരിച്ചു വരുമ്പോൾ അത് കൊടുക്കാൻ പറ്റും എന്നായിരുന്നു. പക്ഷേ മുതലാളി തിരിച്ചു വന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഈ വെയർ ഹൗസിലെ കുരങ്ങുകൾ തീർന്നപ്പോൾ സൂക്ഷിപ്പുകാരനും പതുക്കെ അയാളുടെ നാട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ അയാൾ മുങ്ങി. അതോടുകൂടി കുരങ്ങുകൾ മുഴുവൻ നാട്ടുകാരുടെ കയ്യിലായി. ഇത് വാങ്ങിക്കാൻ ആരുമില്ല എന്ന ഒരവസ്ഥ വന്നു. അതോടുകൂടി നാട്ടിലെ ബുദ്ധിമാന്മാരായ ഒരു കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ ഒന്നിലധികം കൂട്ടങ്ങൾ തിരിഞ്ഞ് അതിലുള്ള അതായത് തീരെയും ബുദ്ധിശക്തി കുറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചു. അതായത് മുതലാളി വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുന്നുണ്ട്, അപ്പോൾ ഇവിടെയുള്ള കുരങ്ങുകളെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 20 ഇരട്ടി വില തരാം എന്ന് അദ്ദേഹത്തിൻ്റെ കത്ത് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ നാട്ടിലുള്ള മറ്റുള്ളവർക്ക് ലാഭം കിട്ടാത്ത വിധത്തിൽ മുഴുവൻ കുരങ്ങുകളെയും നമുക്ക് വാങ്ങി ശേഖരിക്കണം എന്ന് പറഞ്ഞ് നാട്ടിലെ സാമ്പത്തികമായി മുന്നേറ്റം നിൽക്കുന്ന അധികം ബുദ്ധിശക്തിയില്ലാത്ത ആൾക്കാരെ, ഒരു കൂട്ടം ആൾക്കാർ, ആ നാട്ടിലുള്ളത് തന്നെ ആൾക്കാർ തന്നെ പറഞ്ഞു പറ്റിക്കുകയും ഈ ആൾക്കാരുടെ ആദ്യം ഈ പറഞ്ഞവരുടെയും നാട്ടിലുള്ള മുഴുവൻ കുരങ്ങുകളെയും ഈ പണക്കാരായ ആൾക്കാർ വാങ്ങി സൂക്ഷിക്കുകയും ഈ മുതലാളി വന്ന് 20 ഇരട്ടി വിലയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയും ചെയ്തു. പക്ഷേ മുതലാളി വന്നതേയില്ല. അങ്ങനെ പണക്കാരൻ ഒരു പരമദരിദ്രനായി മാറി. പൈസ ഇല്ലാതെ, കുരങ്ങുകളെ സംരക്ഷിക്കാൻ പറ്റാതെ അദ്ദേഹം നാട്ടിലെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ കുരങ്ങുകളെയും തിരിച്ച് കാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി വിട്ടു. അതോടുകൂടി അദ്ദേഹത്തിന് കാശും പോയി, എല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അയൽ ഗ്രാമത്തിൽ കുരങ്ങുകൾക്കായിട്ട് ഒരു വ്യാപാരി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടുകാരിൽ ഒട്ടനവധി പേര് പറഞ്ഞു, ഇത് മുൻപത്തെ പോലെ എന്തോ ചതിയാണ്, ചെന്ന് പെടരുത് എന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കേൾക്കാതെ ആ നാട്ടിലുള്ള 99% ആൾക്കാരും കാട്ടിലേക്ക് ഓടി കുരങ്ങന്മാരെയും പിടിച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. ഈ കഥയുടെ തുടക്കത്തിൽ എന്താണോ പറഞ്ഞത് അതേ സംഭവങ്ങൾ അവിടെയും സംഭവിച്ചു കൊണ്ടിരുന്നു. പിന്നീട് അത് ആ ഒരു ലൂപ്പ് പോലെ തുടർന്നു കൊണ്ടേയിരുന്നു. എന്തായാലും ഒരു നാട്ടിലെ മുഴുവൻ കുരങ്ങുകളെയും വാങ്ങുകയും കൃത്രിമമായി ഡിമാൻഡ് സൃഷ്ടിക്കുകയും ചെയ്ത ഒരു തട്ടിപ്പിൻ്റെ കഥ. അത് ഒരു തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. അതിൽ ഇൻഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. തെറ്റായ വാർത്തകൾ കൊടുത്തിട്ട് ആൾക്കാരെ കബളിപ്പിച്ച് ഈ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ എന്ത് തന്നെ സംഭവിച്ചാലും വീണ്ടും പുനർവിചിന്തനം ചെയ്യാതെ വീണ്ടും അതിൻ്റെ പുറകെ പോകുന്ന നാട്ടുകാരുണ്ടായിരുന്നു. ഒരുപാട് സമ്പത്ത് കയ്യിലുണ്ടാകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത മുതലാളിമാർ ഈ കഥയിലുണ്ട്. എല്ലാം തന്നെ മികച്ച ഉദാഹരണങ്ങളാണ് ഈ കഥയിൽ നമ്മൾ പഠിച്ച ഓഹരി വിപണിയിൽ പഠിക്കുമ്പോൾ. ആദ്യത്തെ ദിവസം എല്ലാവരെയും ഒരേ മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്ന ഒരു കഥയാണിത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്നും എന്താ പറയുക, തന്ത്രപരമായ ഒരു അഴിമതിയിൽ കുരങ്ങന്മാർക്ക് വേണ്ടിയിട്ട് അമിതമായി നാട്ടുകാർ പണം നൽകിയതുപോലെ ഓഹരി വിപണിയിലെ വാർത്തകളും പരസ്യങ്ങളും നുണകളും റൂമറുകളും എല്ലാം തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യും. അനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ നമ്മുടെ പണം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ
പണം മറ്റാരോ തട്ടിയെടുക്കും. ജാഗ്രത പാലിക്കുക, വേറൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. നമ്മുടെ കയ്യിലുള്ള പണം പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ കോലാഹലത്തിൽ, ഈ വാർത്തകളും വിശേഷങ്ങളും വരുന്ന കോലാഹലത്തിൽ മനസ്സ് പതറാതിരിക്കുക, ചിന്തകൾ മാറാതിരിക്കുക, തീരുമാനങ്ങൾ ഡൈവേർട്ടഡ് ആവാതിരിക്കുക. നിങ്ങൾ എന്താണോ മുൻകൂട്ടി തീരുമാനിച്ചത് അത് പ്രകാരം മാത്രം മുന്നോട്ട് പോവുക. സംശയകരമായ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുക. സുരക്ഷിതമാണ് എന്ന് തോന്നുമ്പോൾ തിരിച്ചു വരിക. നിങ്ങളുടെ സ്വതന്ത്രമായ അന്വേഷണത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ അനാലിസിസ്, അതിൽ വിശ്വസിക്കുക. നിങ്ങളുടെ അനാലിസിസിൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ മറ്റാരും തന്നെ വിശ്വസിക്കില്ല. മറ്റുള്ളവർ വിശ്വസിക്കുന്നതിന് മുൻപേ അയാളെ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അറിവുള്ള തീരുമാനങ്ങൾ മാത്രം എടുക്കുക. ഓർക്കുക, ക്ഷമയും അച്ചടക്കവും വിപണിയിലെ ഏറ്റക്കൊല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ കൈകാര്യം ചെയ്യുന്നതിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഓരോ ട്രേഡും, നമ്മളെടുക്കുന്ന ഓരോ ട്രേഡും നമുക്ക് ഈ ട്രേഡിങ്ങിൽ പ്രാവീണ്യം നേടുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണ്. ചതിക്കുഴികൾ നമ്മൾ മുൻകൂട്ടി കാണാൻ ശ്രമിക്കണം. പക്ഷെ പലപ്പോഴും നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ണ് കെട്ടിയിട്ട് നമ്മളെ ചതിക്കുഴിയിൽ ചെന്ന് ചാടിക്കും പലപ്പോഴും. എന്തായാലും വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാ അനുഭവങ്ങളിൽ നിന്നും എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. വിജയത്തിനായി ശക്തമായ ചുവടുവയ്പ്പുകൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക. ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 ജൂൺ 7 വെള്ളിയാഴ്ചയാണ്. സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നുള്ള മാർക്കറ്റ് വിശേഷങ്ങൾ എന്ന് നോക്കാം. ഇലക്ഷൻ റിസൾട്ടും മാർക്കറ്റ് ക്രാഷും അതുമായി ബന്ധപ്പെട്ട വലിയ നഷ്ടങ്ങളുടെ കഥയും, എനിക്ക് ഇന്നലെ ആ ഒരു വീഡിയോ റിലീസ് ചെയ്തതിന് ശേഷം പോലും എനിക്ക് വന്ന ഫോൺ കോൾസും മെസ്സേജസും വളരെ വേദനിപ്പിക്കുന്നതാണ്. കാരണം അറിയാതെ എന്തോ പ്രതീക്ഷിച്ചിട്ട് കാത്തിരുന്ന ആൾക്കാർക്ക് മറ്റെന്തോ കിട്ടിയ ഒരവസ്ഥ ഭയങ്കര വേദനിപ്പിക്കുന്നതാണ്. കാരണം ലൈഫ് ടൈം സേവിങ്സിൽ ഒട്ടുമിക്കതും പോയി എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും മറ്റാരെയും കുറ്റം പറയാൻ സാധിക്കില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പണമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ പണി കിട്ടും എന്നൊക്കെ ഓർത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഒരു വലിയ കൂട്ടം മാധ്യമങ്ങൾ നമ്മളെ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുന്നത് വലിയൊരു അബദ്ധം തന്നെയാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതിൽ ഒട്ടുമിക്ക 99% ആൾക്കാരും ഇതിൽ വീണുപോയിട്ടുണ്ട്. അവർക്കൊക്കെ വീഴ്ച പറ്റിയെങ്കിൽ 1% ആൾക്കാർക്ക് ഒരു ഉയർച്ചയും കിട്ടിയിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് മുൻകൂട്ടി മനസ്സിലാക്കി നല്ല പ്രോഫിറ്റ് എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ 99% ആൾക്കാരും വീണു പോവുകയാണ് ചെയ്തത്. RBIയുടെ പോളിസി മീറ്റിംഗ് നടക്കുകയാണ്. മോസ്റ്റ് പ്രോബബ്ലി റിപ്പോ റേറ്റ് മാറ്റമില്ലാതെ തുടരും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിട്ട് തോന്നുന്നത് GMR പവർ, വിപ്രോ, പവർ ഗ്രിഡ്, ഈ 3 സ്റ്റോക്കുകളാണ്. വിപ്രോയിൽ ഒരു 500 മില്യൺസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രത്യേകതകളുള്ള 3 സ്റ്റോക്കുകളാണ് ഇവിടെയുള്ളത് ഇൻട്രാഡേ ചെയ്യുന്നവർക്കൊക്കെ ആയിട്ട്. ടാറ്റ കെമിക്കൽസ്, അവരുടെ ഇന്നലെ ടാറ്റയുടെ മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് ഇന്നലെ വാർത്തയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ടാറ്റ കെമിക്കൽസിന് 1.1 മില്യൺ യൂറോസിൻ്റെ ഒരു ഫൈൻ കിട്ടിയിരിക്കുകയാണ്. 2016 ഉണ്ടായിരുന്ന ഒരു സേഫ്റ്റി ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഫൈൻ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ടാറ്റ കെമിക്കൽസിന് ഇത് നെഗറ്റീവായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. അങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, പോയത് റെഡും ഗ്രീനും ആയിട്ട്. ദെൻ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിക്കി ഇവിടെ 18 പോയിന്റ് റെഡിലാണ്, ഹാങ്സെങ് ഗ്രീനിലാണ്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 22,891 ഇന്ന് ഓപ്പൺ ആയത് 22,902 11 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്നത്തെ ഡേ ഹൈ ഇതുവരെ ആയിട്ടുള്ള സമയത്തിനിടയിൽ വന്നിരിക്കും 22,923 വരെ ഡേ ഹൈ പോയിട്ടുണ്ട്. അതുപോലെ 893 വരെ ഡേ ലോയും പോയിട്ടുണ്ട്. അതായത് ഇന്നലത്തെ ഓപ്പണിംഗ് ടച്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ മുകളിൽ തന്നെ ഇന്നത്തെ ഡേ ലോ നിന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 22,918 അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്നും 15 പോയിന്റ് മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് പോകുന്ന ഒരു മാർക്കറ്റ്, അതാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണ്. ഒത്തിരി ഈവൻറ്റ്സുകൾ ഉള്ള ഒരു ദിവസമാണ് ഇന്ന്.
Euro area ECB President Lagarde speech, Canada unemployment rate, USA non-farm payrolls, USA unemployment rate, Mexico inflation rate, Euro area employment change, Euro area GDP growth rate, finance balance trade, France in the balance of trade, Germany balance of trade, Germany imports and exports data, India RBI policy, RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ഇന്ത്യ ക്യാഷ് റിസർവ് റേഷ്യോ. നമ്മുടെ ഇന്ത്യയിലെ 2 മേജർ ഇവന്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈന ബാലൻസ് ഓഫ് ട്രേഡ്, ചൈന ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ് ഡാറ്റ എന്നാണ്. ജപ്പാൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. നോക്കാം എങ്ങനെയാണ് അതിൻ്റെ. ഇന്ന് RBI പോളിസി അനൗൺസ്മെന്റ് 10 മണിക്കാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം റിപ്പോ റേറ്റിൽ ചേഞ്ച് ഇല്ലെങ്കിൽ പിന്നെ മാർക്കറ്റിൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല എന്ന് തോന്നുന്നു. ഏതെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിലാണ് അത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ട് മാറുക. നോക്കാം. മാർക്കറ്റ് 10 മണിക്കാണെങ്കിൽ 10 മണി നമ്മൾ ഒരുവിധം ട്രേഡ് എടുത്ത് തുടങ്ങുമ്പോഴത്തേനും 10 മണിയാവും. ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന 2 കമ്പനികളാണുള്ളത്. PTC ഇന്ത്യ സ്റ്റീൽ വർക്ക്സ്, ദെൻ FNO ബാനിൽ വന്നിരിക്കുന്നത് സീല് മാത്രമാണ്, മറ്റ് സ്റ്റോക്കുകളൊന്നും തന്നെ ഇല്ല. ഇന്നലത്തെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റീസ് ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,969 കോടിയുടെ ബൈങ്ങും 20,837 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 6,867 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 17,030 കോടിയുടെ ബൈങ്ങും 13,311 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 3,718 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുമ്പോൾ 3,149 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ടാണ് ഡാറ്റകൾ കാണിച്ചു തരുന്നത്. ഈ മാസത്തിൽ, ജൂൺ മാസത്തിൽ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 18,150 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6,868 കോടിയുടെ ബൈങ് നടത്തിയിട്ടാണ്. മൊത്തത്തിൽ 11,240 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ മാസത്തിൽ നടന്നിട്ടുള്ളത്. ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 22,799 ഓപ്പൺ ആയിട്ട് 22 പോയിന്റ് ലാഭത്തിൽ 22,821 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാർക്കറ്റ് ഒരു യൂട്ടേൺ അടിക്കുന്നതിൻ്റെ സിഗ്നലുകൾ കാണുന്നുണ്ട്. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 218 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഈ മാസത്തിൽ 517 പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് 2.2% ലോസാണ് ഈ മാസത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്ത് ആണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് അറിയുന്നവരാണെങ്കിൽ. ഇന്നലെ മാർക്കറ്റിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷേ വെർജിൻ CPR ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് നോർമൽ CPR ആണ്, പക്ഷേ ഒരു 15-16 പോയിന്റിൻ്റെയൊക്കെ ഗ്യാപ്പ് മാത്രമേ CPRലുള്ളൂ. അപ്പോൾ ഒരു നല്ല മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 16.8ലാണ്. പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടേത് 0.69 ആണ്. ബെയറിഷ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 23,000-ൽ 32 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. 22,500-ൽ 22 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. ബെയറിഷ് മൂവ്മെന്റ് ആണ് ഓവറോൾ സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 134 പോയിന്റ് നഷ്ടത്തിൽ അവസാനിച്ചു. ഫിൻ നിഫ്റ്റി 44 ലാഭത്തിൽ അവസാനിച്ചു. സെൻസെക്സ് 4 പോയിന്റ്, അതായത് ജസ്റ്റ് ഒരു ഡോജി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അവസാനിച്ചു. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 13 പോയിന്റ് ലാഭത്തിൽ അവസാനിച്ചു. ഒന്നും വലിയൊരു മൂവ്മെന്റ് ആയിട്ട് സംഭവങ്ങളൊന്നും കാണാനില്ല. ദെൻ ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. സോ അത് നോക്കുകയാണെങ്കിൽ ഓവറോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്, സെൻസെക്സിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ ജസ്റ്റ് ഒരു ഡോജിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മാസം എത്തേണ്ട ടാർഗറ്റിൽ മാർക്കറ്റ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. ദെൻ ഇനി അതിന്റെ മുകളിലോട്ട് പ്രീവിയസ് മന്തിന്റെ ഹൈ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ, എലക്ഷൻ റിസൾട്ടും എക്സിറ്റ് പോളിന്റെയും ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു ലെവലിലേക്ക് ഇന്ന് മാർക്കറ്റ് കയറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് എന്താവുമെന്നറിയില്ല. ന്യൂസ്, അതുപോലെയുള്ള നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിലുണ്ട്. സോ ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മൈൻഡ് സെറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കി കണ്ടറിയാൻ ലൈവ് മാർക്കറ്റിൽ മാത്രമേ അത് നമുക്കറിയാൻ സാധിക്കുള്ളൂ. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്നൊരു പോസിറ്റീവ് മൂവ്മെന്റിനാണ് സാധ്യത. ഡേ ലോയും ഇന്നലത്തെ ഡേ ലോയും ഇന്നത്തെ ഡേ ലോയും ഓൾമോസ്റ്റ് സെയിം വരും. പക്ഷേ ഇന്നത്തെ ഡേ ഹൈ അതിനേക്കാൾ മുകളിലാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് സെൻസെക്സ് ആണ് ഇന്നത്തെ എക്സ്പയറി. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത്, പ്രതീക്ഷിക്കുന്ന ഡേ ഹൈ 75,773 അതേപോലെ അല്ലെങ്കിൽ ഡേ ഹൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഡേ ലോയിലേക്കാണ് പോകുന്നതെങ്കിൽ 74,376 ഇന്നത്തെ ഡേ ലോ വരാൻ സാധ്യതയില്ല. ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും. ഒരു എന്താ പറയുക, റാസ് ലെവൽസിന്റെ നോട്ട് റേറ്റ് സോണും CPRും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ
ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോപ്പ് CPRും ബ്രേക്ക്ഔട്ട് ലൈനും സെയിം ആണ്. അതുപോലെ ബോട്ടം സെൻട്രൽ CPRും ബ്രേക്ക് ഡൗൺ ലെവലും സെയിം ആണ്. അവിടുന്ന് ഫർദർ താഴോട്ടാണ് CPR ഇറങ്ങി വന്നിട്ടുള്ളത്. അത് പ്രകാരമാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാലും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് നെഗറ്റീവിലായിരിക്കും എന്നാണ് പറയുന്നത്. നോക്കാം, ഇത് 99% തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. കാരണം ഒരുമാതിരി ന്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് മുൻകൂട്ടി ടെക്നിക്കൽസിനൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മാർക്കറ്റിൽ. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നോ ട്രേഡ് സോണായിട്ട് നമുക്ക് ഈ CPRനെ മാത്രം പരിഗണിക്കാം. ഇതിൻ്റെ ഇടയിൽ CPRന്റെ ഇടയിൽ പോയിട്ട് എൻട്രി എടുക്കാതിരുന്നാൽ മതി. ദെൻ ഒരു ഹയർ സൈഡിൽ ഇന്നലത്തെ ഡേ ഹൈ എന്ന് പറയുന്ന ആ ഒരു സോണിൽ ഏതാണ് CPR എന്ന് പറയുന്നത് 75.010 മുതൽ 74,950 വരെ ഒരു 60 പോയിന്റിന്റെ ഒരു സോണാണ്. ഇന്നലത്തെ ഹൈ എന്ന് പറയുന്നത് 75,297 മുതൽ 250, ഒരു 50 പോയിന്റ്, 75,300 മുതൽ 250 വരെയുള്ള ഒരു സോൺ. ഇവിടെയും അതൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ഒരു സോണായിട്ട് ഇവിടെ ആക്ട് ചെയ്യും. ദെൻ ഇന്നത്തെ ഡേ ഹൈ വരുന്ന 75,773 മുതൽ 730 വരെയുള്ള ഒരു 40 പോയിന്റിന്റെ ഒരു സോൺ ഇവിടെ നല്ല കട്ട റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും എന്നത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ഇനി താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പോകുന്നത് ഈ ഒരു സോണാണ്. ഈ ഒരു സോണിൽ എന്തായാലും മാർക്കറ്റ് സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്ന്, അതായത് 74,470 മുതൽ 74,230 വരെയുള്ള ഏകദേശം 250 പോയിന്റിന്റെ ഒരു സോൺ. ഇവിടെ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സോ മാർക്കറ്റ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിനകത്ത് പ്രശ്നമായിരിക്കും ട്രേഡ് എടുക്കാൻ വേണ്ടി. എന്തായാലും ന്യൂസ് ഡ്രിവൺ മാർക്കറ്റാണ്. നല്ലൊരു ദിവസം ആകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് വൈകുന്നേരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ഇന്നൊരു വാരാന്ത്യമാണ്. അപ്പം നന്നായിട്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും ഒരു സന്തോഷകരമായ വീക്കെൻഡ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് you take care and bye-bye.